അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Bag Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം കാണാം ഡീപ് റിപ്പോർട്ട്. മലയാള സിനിമയിൽ അമ്മ എന്ന് പറഞ്ഞാൽ കവിയൂർ പൊന്നമ്മയാണ്. പൊന്നമ്മ വിടവാങ്ങുമ്പോൾ മലയാള സിനിമയുടെ ഒരു തലമുറയുടെ അവസാനം കൂടിയാണ്. മലയാള സിനിമയ്ക്ക് എക്കാലവും അമ്മ തന്നെയാണ് കവിയൂരുകാരി പൊന്നമ്മ. മലയാള സിനിമയിൽ അമ്മ എന്ന് പറഞ്ഞാൽ കവിയൂർ പൊന്നമ്മയാണ്. കവിയൂർ പൊന്നമ്മ വിടവാങ്ങുമ്പോൾ മലയാള സിനിമയുടെ ഒരു തലമുറയുടെ അവസാനം കൂടിയാണ്. 5-ാം വയസ്സിൽ തന്നെ അതുല്യമായ കഴിവുകൾ പൊന്നമ്മ പ്രകടിപ്പിച്ചിരുന്നു. സംഗീതം ആ വയസ്സിൽ അവർ പഠിച്ചിരുന്നു. സ്റ്റേജ് ഷോകളിലും പാടാറുണ്ടായിരുന്നു. 14 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തോപ്പിൽ ഭാസിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെയാണ് കവിയൂർ പൊന്നമ്മ അഭിനയ ലോകത്തേക്ക് എത്തുന്നത്. കവിയൂർ പൊന്നമ്മയുടെ സിനിമാ ജീവിതത്തിന്റെ തുടക്കം ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിലൂടെയായിരുന്നു. 1962 ഈ ചിത്രം പുറത്തിറക്കിയത്. മണ്ടോതിരിയുടെ വേഷമായിരുന്നു നടിക്കന്ന്. കുടുംബിനി എന്ന ചിത്രത്തിൽ 2 കുട്ടികളുടെ അമ്മയായിട്ടായിരുന്നു അഭിനയിച്ചത്. ഇത് അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ പല വേഷങ്ങളിൽ കവിയൂർ പൊന്നമ്മ മലയാള സിനിമ കണ്ടു. 20 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ സത്യന്റെയും മധുവിന്റെയും അമ്മ വേഷത്തിൽ അഭിനയിച്ച് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു കവിയൂർ പൊന്നമ്മ. 1965 പുറത്തിറങ്ങിയ തൊമ്മന്റെ മക്കൾ എന്ന ചിത്രത്തിലായിരുന്നു ഈ വേഷപ്പകർച്ച. പിന്നീട് അമ്മ വേഷങ്ങളിലേക്ക് കവിയൂർ പൊന്നമ്മയെ പരിഗണിക്കാൻ രണ്ടാമതൊന്ന് മലയാള സിനിമയ്ക്ക് ആലോചിക്കേണ്ടി വന്നില്ല. ഒട്ടുമിക്ക താരങ്ങളുടെയും അമ്മയായിരുന്നു സ്ക്രീനിൽ അവർ. മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, സുരേഷ് ഗോപി തുടങ്ങിയവരുടെ അമ്മയായി സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മ, തിലകൻ ജോഡികളാണ് ഏറെ ജനപ്രിയമായി മാറിയത്. മലയാളത്തിലെ മികച്ച 2ാമത്തെ നടിക്കുള്ള പുരസ്കാരം 4 തവണയാണ് കവിയൂർ പൊന്നമ്മയെ തേടിയെത്തിയിരുന്നത്. 1971 ആദ്യമായി പുരസ്കാരം ലഭിക്കുന്നത്. 1972 തീർത്ഥയാത്ര എന്ന ചിത്രത്തിനായിരുന്നു 2ാം തവണ പുരസ്കാരം ലഭിച്ചത്. 1973 പൊന്നമ്മയെ തേടി പുരസ്കാരം വീണ്ടും എത്തി. 1994 തേന്മാവിൻ കൊമ്പത്തിലാണ് അവസാനമായി പുരസ്കാരം ലഭിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിൽ 1945 സെപ്റ്റംബർ 10 പൊന്നമ്മയുടെ ജനനം. അച്ഛൻ TP ദാമോദരൻ, അമ്മ ഗൗരി. പൊന്നമ്മ 7 മക്കളിൽ മൂത്തവൾ. MK ത്യാഗരാജൻ മാസ്റ്ററുടെ പഴയ പാട്ടുകൾ കേട്ടുവളർന്ന കുട്ടിക്കാലം സംഗീതത്തോട് അങ്ങനെ അടുപ്പിച്ചു. സംഗീതം പഠിപ്പിച്ച ഗുരുക്കൾ ഏറെയുണ്ട്. LPR വർമ്മയുടെ കീഴിൽ സംഗീതം പഠിക്കുവാനായി ചങ്ങനാശ്ശേരിയിലെത്തി. 14ാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ ഗായികയും നടിയുമായി. ഡോക്ടർ എന്ന നാടകത്തിലാണ് കവിയൂർ പൊന്നമ്മ ആദ്യമായി പാടുന്നത്. അഭിനയം വശമില്ലാതിരുന്ന തനിക്ക് എന്നും ഗുരു തോപ്പിൽ ഭാസി തന്നെയായിരുന്നുവെന്ന് കവിയൂർ പൊന്നമ്മ നിസ്സംശയം പറയുമായിരുന്നു. അന്നത്തെ പ്രമുഖ നാടക നടി സുലോചന സിനിമയിൽ അവസരം കിട്ടി നാടകത്തിൽ നിന്ന് മാറി നിന്നപ്പോഴൊക്കെ പകരക്കാരിയായി KPSC പൊന്നമ്മയെയാണ് വിളിച്ചത്. നാടകത്തിലും സിനിമയിലും പലർക്കും പകരക്കാരിയായിട്ടാണ് കവിയൂർ പൊന്നമ്മ അഭിനയം തുടങ്ങിയതെങ്കിലും കവിയൂർ പൊന്നമ്മയ്ക്ക് ഒരു പകരക്കാരിയെ കണ്ടെത്താൻ അന്നും ഇന്നും മലയാള സിനിമയ്ക്ക് ആയിട്ടില്ല. കാണാം പ്രധാന വാർത്തകൾ. എംപോക്സ് ലക്ഷണത്തെ തുടർന്ന് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. കഴിഞ്ഞ ദിവസമാണ് വിദേശത്തു നിന്നും എത്തിയ യുവതിക്ക് എംപോക്സ് രോഗത്തിന്റെ സാദൃശ്യ ലക്ഷണം കണ്ടതിനെ തുടർന്ന് പരിയാരത്ത് പ്രവേശിപ്പിച്ചത്.
പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ധർണ. കരിവെള്ളൂരിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി ഓണക്കുന്നിലെ ദേശീയപാത തുറന്നു കൊടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. അധികൃതർ ഉദാസീനത കാണിക്കുന്ന പക്ഷം കലോത്സവ നാളുകളിൽ വലിയ ഗതാഗത കുരുക്കായിരിക്കും ഫലമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഒക്ടോബർ 26-27 തീയതികളിൽ നടക്കുന്ന കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രചരണയാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യന്നൂരിൽ ടി സിദ്ദിഖ് MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. എംപോക്സ് ലക്ഷണത്തെ തുടർന്ന് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. കഴിഞ്ഞ ദിവസമാണ് വിദേശത്തു നിന്നും എത്തിയ യുവതിക്ക് എംപോക്സ് രോഗത്തിന്റെ സാദൃശ്യ ലക്ഷണം കണ്ടതിനെ തുടർന്ന് പെരിയാരത്ത് പ്രവേശിപ്പിച്ചത്. എംപോക്സ് ലക്ഷണത്തെ തുടർന്ന് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. അബുദാബിയിൽ നിന്ന് ഈ മാസം നാട്ടിലെത്തിയ 31 വയസ്സുകാരിക്കാണ് എംപോക്സ് രോഗത്തിന്റെ ലക്ഷണം കണ്ടതിനെ തുടർന്ന് പരിയാരത്ത് പ്രവേശിപ്പിച്ചിരുന്നത്. ആശുപത്രിയിൽ പ്രത്യേക ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലാണ്. യുവതിയുടെ സ്രവം, രക്തം എന്നിവ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിരുന്നു. ശനിയാഴ്ച വൈകിട്ടോടെയാണ് പരിശോധനാ ഫലം വന്നത്. പരിശോധനാ ഫലം നെഗറ്റീവ് ആയതിന്റെ ആശ്വാസത്തിലാണ് രോഗിയും ബന്ധുക്കളും. യുവതിക്ക് ചിക്കൻ ബോക്സ് രോഗമാണെന്ന് ഡോക്ടർമാർ സൂചിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ധർണ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥയ്ക്കെതിരെ പ്രത്യക്ഷ സമര പരിപാടിയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി. ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുക, അധികൃതരുടെ അനാസ്ഥ ഒഴിവാക്കുക, ആശുപത്രിയുടെ സേവനം കൂടുതൽ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. സമരം DCC ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങളിൽപ്പെട്ട് കേരളത്തിലെ പൊതുസമൂഹം ആകെ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ അതിനെല്ലാം പരിഹാരം കണ്ടെത്തേണ്ടുന്ന കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഇതുപോലുള്ള താലൂക്ക് ആശുപത്രികളിലും അതുപോലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഇതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പകരം എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളിലും ലാബുകൾ ഉൾപ്പെടെ പ്രവർത്തനയോഗ്യമല്ലാതിരിക്കുകയും ഫാർമസിസ്റ്റുകളെയും ലാബ് ടെക്നീഷ്യനെയും അതുപോലെ ഡോക്ടർമാരുടെയും നിയമിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കരുതിക്കൂട്ടിയുള്ള നീക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മണ്ഡലം പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, VC നാരായണൻ, A രൂപേഷ്, KT ഹരീഷ്, PV പ്രിയ, ഭരത് TP തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂരിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി ഓണക്കുന്നിലെ ദേശീയപാത തുറന്നു കൊടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. അധികൃതർ ഉദാസീനത കാണിക്കുന്ന പക്ഷം കലോത്സവ നാളുകളിൽ വലിയ ഗതാഗത കുരുക്കുകളായിരിക്കും ഫലമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം കരിവെള്ളൂരിലേക്ക് എത്താൻ ഇനി ഏതാനും ആഴ്ചകളുടെ ദൂരമേയുള്ളൂ. ഒക്ടോബർ 15 മുതൽ 18 വരെയാണ് കലോത്സവം നടക്കുക. കലോത്സവം എത്തുമ്പോൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഓണക്കുന്നിൽ വലിയ തോതിലാകും വാഹനങ്ങൾ എത്തുക. സർവീസ് റോഡിനാണെങ്കിൽ തീരെ വീതിയുമില്ല. ബസ് ആളുകളെ കയറ്റാൻ നിർത്തിയാൽ ഇപ്പോൾ തന്നെ ഗതാഗത കുരുക്കാണ്. 94 വിദ്യാലയങ്ങളിൽ നിന്നായി 7000-ലധികം കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം ഗതാഗതം താറുമാറാകാനും സാധ്യത കൂടുതലാണ്. ഈ ദിവസങ്ങളിലെങ്കിലും ഈ മേൽപ്പാലം തുറന്നുകൊടുത്ത് എല്ലാ വാഹനങ്ങളെയും അതിൽ കൂടെ വിടാനുള്ളതായ സംവിധാനം ഉണ്ടാക്കണമെന്നും എന്നാൽ നമുക്ക് കുറേ ഈ ഗതാഗതം കുരുക്കില്ലാത്ത രൂപത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും. സർവീസ് റോഡിനെ മാത്രം ആശ്രയിച്ച് നമ്മൾ ഒരു പരിപാടിയും നടത്താൻ ആവില്ല. അത്രത്തോളം സർവീസ് റോഡിൻ്റെ കാര്യം വളരെയധികം വിഷമം തന്നെയാണ്. എവിടെയും വീതി തിരയില്ല. കലോത്സവത്തിന് മുന്നോടിയായി ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
ഒക്ടോബർ 26, 27 തീയതികളിൽ നടക്കുന്ന കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രചരണയാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യന്നൂരിൽ ടി സിദ്ദിഖ് MLA നിർവഹിച്ചു. കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ സംസ്ഥാന സമ്മേളന സമര സന്ദേശ യാത്രയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. അർബൻ ബാങ്കുകളുടെ നല്ല നിലനിൽപ്പ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജീവനക്കാരുടെ അവകാശങ്ങൾ എന്നിവ ചർച്ചയാകുന്ന സംസ്ഥാന യാത്ര ഒക്ടോബർ 13 പുതുപ്പള്ളിയിൽ സമാപിക്കും. ഒക്ടോബർ 26, 27 തീയതികളിൽ മഞ്ചേരിയിൽ വച്ചാണ് സംഘടനയുടെ 18ാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സന്ദേശയാത്ര KPCC വർക്കിംഗ് പ്രസിഡന്റും കുബ്സോ സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് MLA ഉദ്ഘാടനം ചെയ്തു. ഞാനൊരു കാര്യം ചോദിക്കുന്നു. ജൂലൈ 30-ാം തീയതി ഉണ്ടായ ആ അപകടത്തിൽ ഇന്ന് വരെ അടിയന്തര ആശ്വാസ ധനമായ 10,000 രൂപ കൊടുക്കാൻ സാധിക്കാത്ത ഈ സർക്കാർ എന്തൊരു ഭരണത്തിലിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പൊതുസമൂഹത്തിന് മുമ്പിൽ നിന്നും ഉയരുകയാണ്. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. K ജയരാജ്, V കൃഷ്ണൻ, പിലാക്കൻ അശോകൻ, യൂണിറ്റ് പ്രസിഡന്റ് രഘു തായത്തുവയൽ, ജാഥാംഗങ്ങളായ രാജൻ ജോസ് മണ്ണൂത്തി, സുരേഷ് താണിയിൽ, T ശബരീഷ് കുമാർ, ET രാജീവ്, അഷറഫ് പെരിഞ്ചേരി, പ്രിയ VP, മധുസൂദനൻ എരമം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ പയ്യന്നൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ യാത്രക്കിടെ അവന്തിക എന്ന പ്രീ പ്രൈമറി വിദ്യാർത്ഥിയുടെ 5ാം പിറന്നാൾ ആഘോഷം വീട്ടിൽ നടത്തുന്ന രീതിയിൽ കേക്ക് മുറിച്ചും പുതുവസ്ത്രമണിഞ്ഞും ബർത്ത്ഡേ വിഷസ് പാടിയും അപൂർവമായ പിറന്നാൾ ആഘോഷത്തിൽ ബസ്സിലെ സഹയാത്രക്കാർ കൂടെ നിന്നു. ചീമേനി പയ്യന്നൂർ റൂട്ടിൽ തൃക്കരിപ്പൂർ വഴി പോകുന്ന ലവിംഗ് ബസ്സിലെ സ്ഥിരം യാത്രക്കാരാണ് കുഞ്ഞ് അവന്തികയുടെ പിറന്നാൾ സ്വകാര്യ ബസ്സിൽ ആഘോഷിക്കാൻ ഒരുക്കങ്ങൾ നടത്തിയത്. ബസ് ജീവനക്കാർ ഇവർക്കൊപ്പം പൂർണ്ണ പിന്തുണയുമായി നിന്നപ്പോൾ കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷം വേറിട്ടതായി. തടിയൻകോവൽ ബസ് സ്റ്റോപ്പിൽ നിന്നും കയറി ഒളവറയിലെ സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്നതിനായി മുണ്ട്യ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാറുള്ള മാനസിയുടെ മകളാണ് ഇളമ്പച്ചി സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥിനി അവന്തിക. രാവിലെ 8:30 ബസ്സിൽ തടിയൻകോവൽ പോളിടെക്നിക് ബസ് സ്റ്റോപ്പിൽ നിന്നും മാനസിക്കൊപ്പം കയറിയ അവന്തികയ്ക്ക് സ്ഥിരം യാത്രക്കാരായവർ പുതുവസ്ത്രവും മധുരം കിനിയും കേക്കും സമ്മാനിച്ചു. ബീരിച്ചേരി റെയിൽവേ ഗേറ്റിന് സമീപം ബസ് നിർത്തിയതോടെ പിറന്നാൾ ആഘോഷത്തിന് അരങ്ങൊരുങ്ങുകയായിരുന്നു. സർക്കാർ ജീവനക്കാരും വിവിധ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുമായ 15 പേർ ചേർന്ന് ഒരുക്കങ്ങൾ നടത്തിയാണ് ബസ്സിൽ അവന്തികയുടെ മറക്കാനാവാത്ത പിറന്നാൾ ആഘോഷിച്ചത്. പിലാത്രയിലെ വസ്ത്രശാലയിലുള്ള സിന്ധു, ഇളമ്പച്ചി സർക്കാർ ഹോമിയോ ആശുപത്രിയിലെ അറ്റൻഡർ അജിത, പയ്യന്നൂർ വസ്ത്രശാലയിലെ രേഖ, ഇളമ്പച്ചി ഖാദി നെയ്ത്തുശാലയിലെ ദീപ, ഒളവറ ഫർണിച്ചർ സ്ഥാപനത്തിലെ കീർത്തന തുടങ്ങിയവരെല്ലാം ചേർന്ന് പാട്ടുപാടി പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കി. ബീരിച്ചേരിയിൽ ബസ് നിർത്തി 5 മിനിറ്റ് കൊണ്ട് ആഘോഷം കഴിഞ്ഞു. ബസ്സിലെ അമ്മയുടെ സഹയാത്രികർക്കും ജീവനക്കാർക്കും അവന്തിക സന്തോഷത്തോടെ നന്ദി പറഞ്ഞാണ് ഒളവറയിൽ അമ്മയ്ക്കൊപ്പം ബസ് ഇറങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി A കുഞ്ഞിരാമൻ അടിയോടിയുടെ 94ാമത് രക്തസാക്ഷിത്വ ദിനാചരണം പയ്യന്നൂർ കൊക്കാനിശ്ശേരി അടിയോടി തറവാട്ടിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിൻ ബലിപീഠത്തിൽ ജീവൻ നൽകിയ ധീരന്മാരെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വിദ്യാർത്ഥി രക്തസാക്ഷി A കുഞ്ഞിരാമൻ അടിയോടിയെ അനുസ്മരിച്ചു. 94ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കൊക്കാനിശ്ശേരി അടിയോടി തറവാട്ടിലാണ് പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആ സമ്മേളനത്തിൽ അന്ന് വിദ്യാർത്ഥിയായിരുന്ന കുഞ്ഞിരാമൻ അടിയോടി അതിലൊരു വളണ്ടിയറായിരുന്നു. അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ച ഈ മേശയാണ് അദ്ദേഹം തന്നെ അന്ന് ലേലം വിളിച്ച് ഈ തറവാട്ടിലേക്ക് എത്തിച്ചത്. ആ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ നിരവധി പോരാട്ടങ്ങൾക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സന്ധിയില്ലാതെ സമരത്തിന് നേതൃത്വം നൽകിയത് കുഞ്ഞിരാമൻ അടിയോടിയായിരുന്നു. KK ഫൽഗുനൻ അധ്യക്ഷത വഹിച്ചു. DK ഗോപിനാഥ്, പിലാക്കൽ അശോകൻ, മണിയറ ചന്ദ്രൻ, A രൂപേഷ്, സുമിത്രൻ അടിയോടി,
രാജൻ അടിയോടി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വിഷൻ 24 ശില്പശാലയോടനുബന്ധിച്ച് വർണ്ണക്കൂടാരം പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ കൗൺസിൽ എം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് വിഷൻ 24 ശില്പശാലയോടനുബന്ധിച്ച് വർണ്ണക്കൂടാരം സംഘടിപ്പിച്ചു. പാഴ്വസ്തുക്കൾ, പേപ്പർ, കമ്പി, ബോട്ടിലുകൾ തുടങ്ങി വിവിധ വസ്തുക്കളെ മനോഹരമായി എങ്ങനെ പുനരുപയോഗം നടത്താം എന്ന മാതൃകാ സന്ദേശത്തെ അടിസ്ഥാനമാക്കിയാണ് കുട്ടികൾ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ, കവറുകൾ, ഫയലുകൾ, വർണ്ണക്കുടകൾ എന്നിവ നിർമ്മിച്ചത്. നഗരസഭാ കൗൺസിലർ എം പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. തളിപ്പറമ്പ് BRC ട്രെയിനർ കെ ബിന്ദു നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് TV വിനോദ്കുമാർ, പ്രിൻസിപ്പൽ PV വിനോദ്കുമാർ, PTA പ്രസിഡന്റ് TV വിനോദ്കുമാർ, പ്രിൻസിപ്പൽ PV വിനോദ്കുമാർ, സ്റ്റുഡൻസ് പോലീസ് CPO CV രാജു, മദർ PTA പ്രസിഡന്റ് സുജിന അനീഷ്. ഓണത്തിനോടനുബന്ധിച്ച ഓണം വെക്കേഷനോടനുബന്ധിച്ചുള്ള ശില്പശാലയാണ് ഇവിടെ ഇപ്പോൾ നടന്നു വരുന്നത്. വിഷൻ 24 എന്നാണ് നമ്മുടെ ഈ ശില്പശാലയ്ക്ക് പേര് കൊടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളൊരു സെഷൻ എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനം. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മാലിന്യ സംസ്കരണവും അതിൻ്റെ നിർമ്മാർജ്ജന ഉപയോഗങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ള കാര്യം. അപ്പോൾ കുട്ടികൾ തന്നെ പറഞ്ഞിട്ടുള്ളൊരു ആശയം, നേരത്തെ നമ്മൾ റീസൈക്കിൾ പോലെയുള്ള പദ്ധതികൾ യൂണിറ്റ് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ മറ്റൊരു മാതൃകയാണ് മുന്നോട്ട് വെക്കുന്നത്. OK അനിൽകുമാർ, KK രഘുണൻ, സുനീഷ് PS, M ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വാർത്തകളിലേക്ക്. ദേശാഭിമാനി പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നോവൽ ചർച്ച സംഘടിപ്പിച്ചു. പത്മനാഭൻ ബ്ലാത്തൂർ, അംബിക സുധൻ മാങ്ങാടിന്റെ അല്ലോഹലൻ നോവൽ ചർച്ച നടത്തി. ആലോചിക്കുമ്പോൾ അല്ലോഹലൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചില കഥാപാത്രങ്ങളുണ്ട് എന്ന് തോന്നുന്നതല്ലാതെ ഒന്ന് ആലോചിക്കാൻ ഞാൻ മെനക്കെടുന്നില്ല. കാരണം എനിക്കിത് പുറത്താക്കണം. എൻ്റെ മനസ്സിൽ നിന്നും ഈ ഒരു ഭയങ്കരമായ ഒരു പ്രശ്നമാണ് നോവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങളൊക്കെ അതിഭീകരമാണ്. അത് പറഞ്ഞ് മനസ്സിലാവില്ല. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന ദേശാഭിമാനി പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നോവൽ ചർച്ച സംഘടിപ്പിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ അംബിക സുധൻ മാങ്ങാടിന്റെ അല്ലോഹലൻ നോവലിനെ കുറിച്ചുള്ള ചർച്ചാവതരണം പത്മനാഭൻ ബ്ലാത്തൂർ നിർവഹിച്ചു. എതിർദിശ എഡിറ്റർ PK സുരേഷ് കുമാർ, മനോഹരൻ VP തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ CV രാജു മാസ്റ്ററെ അനുമോദിച്ചു. അംബിക സുധൻ മാങ്ങാട് അനുമോദന കർമ്മം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൈത്തറി മേഖലയ്ക്ക് കരുത്തേകാൻ വനിതകൾക്ക് നെയ്ത്തിൻ പരിശീലനവുമായി ഹാൻഡ്ലൂം വീവേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. 23 വനിതകൾക്കാണ് കരിവെള്ളൂരിൽ കൈത്തറി പരിശീലനം നൽകുന്നത്. തകർന്നുകൊണ്ടിരിക്കുന്ന കൈത്തറി മേഖലയ്ക്ക് കരുത്തുപകരാൻ വനിതകൾക്ക് പരിശീലനവുമായി എത്തുകയാണ് കരിവള്ളൂർ ഹാൻഡ്ലൂം വീവേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. 23 വനിതകൾക്കാണ് ഇവിടെ പരിശീലനം നൽകുന്നത്. 45 ദിവസം നീളുന്നതാണ് പരിശീലന കാലയളവ്. പരിശീലനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഇവിടെ തന്നെ തൊഴിൽ ലഭിക്കും. അതിന്റെ ആവശ്യത്തിലേക്കായി 21 തറികളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സമർത്ഥ നെയ്ത്ത് പരിശീലന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലനം നൽകുന്നത്. തൊഴിലവസരങ്ങൾ ഒരുക്കാനും കൈത്തറി മേഖലയുടെ നിലനിൽപ്പിനുമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ദിവസം 300 രൂപയാണ് പരിശീലന കാലയളവിൽ ഇവർക്ക് ലഭിക്കുന്നത്. പുതുതായി രംഗത്തേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റിന്റെ സഹായത്തോടെ ഇങ്ങനെ പരിശീലനം നടക്കുന്നത്. ഇങ്ങനെ പരിശീലനം നടത്തി പൂർത്തിയായവർക്ക് ഇവിടെ തന്നെ തൊഴിൽ കൊടുക്കുകയും അങ്ങനെ പൊതുവിൽ ഈ കൈത്തറി രംഗത്തേക്ക് പുതിയ ആളുകൾ വരാത്ത ഒരു സാഹചര്യമുണ്ട്. കൊഴുമലിലെ P ഭാസ്കരനാണ് പരിശീലകൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ അയത്രവയൽ അങ്കനവാടി രക്തസാക്ഷി നഗർ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. റോഡിന്റെ ഉദ്ഘാടന കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ അയത്രവയൽ അങ്കനവാടി രക്തസാക്ഷി നഗർ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 14-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ റോഡ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 3,74,956 രൂപയാണ് എസ്റ്റിമേറ്റ് തുക.
ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ അയത്രവയൽക്കാർക്കും തെരുനിവാസികൾക്കും എളുപ്പത്തിൽ ഓണക്കുന്നിലേക്കും മറ്റും എത്താൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അപ്പോൾ അതേ ആവശ്യങ്ങൾ അതേ പ്രാധാന്യത്തോടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭരണസമിതി ഈ 4 വർഷവും പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പം മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ മാഷ് ഇവിടെ സൂചിപ്പിച്ചു, എത്രയോ വർഷങ്ങളായി ആവശ്യപ്പെട്ട ഒരു റോഡാണ് ഇപ്പം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം TV നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. P ശ്യാമള, AV രമണി, C പ്രിയ, E പ്രഭാവതി, ജിതിൻ, മനോജ് കുമാർ, ഉസ്മാൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പെരിന്തട്ട സൗത്ത് LP സ്കൂൾ ശതാബ്ദി ആഘോഷം 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ നടത്തും. പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ ശതാബ്ദി ലോഗോ പ്രകാശനം ചെയ്തു. പെരിന്തട്ട സൗത്ത് LP സ്കൂൾ ശതാബ്ദി ആഘോഷം 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ നടക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ ശതാബ്ദി ലോഗോ പ്രകാശനം ചെയ്തു. P പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ലോഗോ തയ്യാറാക്കിയ പുറക്കുന്നിലെ OK രനീഷിന് C ചിന്താമണി ഉപഹാരം നൽകി. പ്രധാനാധ്യാപകൻ K വത്സരാജൻ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എംപോക്സ് ലക്ഷണത്തെ തുടർന്ന് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. കഴിഞ്ഞ ദിവസമാണ് വിദേശത്തു നിന്നും എത്തിയ യുവതിക്ക് എംപോക്സ് രോഗത്തിന്റെ സാദൃശ്യ ലക്ഷണം കണ്ടതിനെ തുടർന്ന് പരിയാരത്ത് പ്രവേശിപ്പിച്ചത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ധർണ. കരിവെള്ളൂരിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി ഓണക്കുന്നിലെ ദേശീയപാത തുറന്നു കൊടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. അധികൃതർ ഉദാസീനത കാണിക്കുന്ന പക്ഷം കലോത്സവ നാളുകളിൽ വലിയ ഗതാഗത കുരുക്കായിരിക്കും ഫലമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഒക്ടോബർ 26, 27 തീയതികളിൽ നടക്കുന്ന കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രചരണയാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യന്നൂരിൽ T സിദ്ദിഖ് MLA നിർവഹിച്ചു. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.